എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ഏലിയ പ്രവാചനെക്കുറിച്ചാണ്. ഈ ഏലിയ പ്രവാചനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്: ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഒരു പ്രവാചകൻ, ഇതേപോലെ തീക്ഷ്ണമതിയായിരുന്ന ഒരു പ്രവാചകൻ, പ്രകൃതിയെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ദൈവത്താൽ അതിനെ കൺട്രോൾ ചെയ്തു. അത്രത്തോളം തീക്ഷ്ണമതിയായിരുന്ന വ്യക്തിയാണ്. ഒരു പ്രകൃതി ശക്തിക്കും ഒരു അന്തരീക്ഷ ശക്തിക്കും ഒരു രാജകീയ ശക്തിക്കും പുള്ളി വിധേയനായില്ല. യേശുക്രിസ്തുവിൽ തൻ്റെ വ്യക്തിത്വം അത് പരിപൂർണമായിട്ടും സൂക്ഷിച്ചു. അത് മുഴുവനും പരിശുദ്ധ ബൈബിളിൽ ഉടനീളം അത് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് പോലും അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ പിന്നിലെ കാര്യം അതാണ്. അപ്പോൾ പറയുകയാണ്, ഏലിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മളിലും സാധാരണക്കാരും അസാധാരണക്കാരുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത്രയേറെ തീക്ഷ്ണമതിയായി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കണം, ജീവിക്കണമെന്ന് വ്യക്തമായി കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. നന്ദി. ഏലിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. ഏലിയ പ്രവാചകൻ പുരാതന ഇസ്രായേലിലെ ഏറ്റവും ശക്തരും പ്രശസ്തരുമായ പ്രവാചകന്മാരിൽ ഒരാളാണ്. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. ഇസ്രായേൽ രാജ്യം വടക്കൻ രാജ്യമായ ഇസ്രായേൽ എന്നും തെക്കൻ രാജ്യമായ യഹൂദ എന്നും രണ്ടായി പിരിഞ്ഞതിനു ശേഷം വടക്കൻ രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഏലിയാവിൻ്റെ ശുശ്രൂഷകാലം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എൻ്റെ ദൈവം യഹോവ എന്നാണ്. എൻ്റെ ദൈവം യഹോവ എന്നാണ്. അത്രയും ശക്തമായ പേരിനുടമയായിരുന്നു അയാൾ. ബൈബിളിലെ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ എന്നീ പുസ്തകത്തിൽ ഏലിയാവിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. നമുക്കതെല്ലാം ഒന്ന് വായിക്കണം. ഈ ഏലിയ പ്രവാചകൻ്റെ പ്രധാന കാലഘട്ടം എന്ന് പറയുന്നത് ആഹാബ് രാജാവിൻ്റെ കാലമാണ്. അതായത് ഇസ്രായേലിൽ ദുഷ്ടനായ ആഹാബ് രാജാവും അദ്ദേഹത്തിൻ്റെ ബാൽ അശേര ദേവന്മാരെ ആരാധിച്ചിരുന്ന ഭാര്യ ഇസബേൽ രാജ്ഞിയും ഭരണം നടത്തിയിരുന്ന കാലത്താണ് ഏലിയാവ് ശക്തമായി വന്നത്. ഇസ്രായേലിൽ യഹോവയുടെ ആരാധനയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിച്ച യെസബേലിനെ ഏലിയാവ് ശക്തമായി എതിർത്തു. അതിൻ്റെ സംഭവങ്ങൾ നമുക്കൊന്ന് ആഴത്തിൽ തന്നെ മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണിത് എല്ലാവരും. ഒന്ന് വരൾച്ചയും പ്രവചനവും അത്ഭുതങ്ങളും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇസ്രായേലിലെ ജനത ബാൽദേവനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഏലിയാവ് ആഹാബ് രാജാവിനോട് പ്രവചിച്ചു പറഞ്ഞ ഒരു ശക്തമായ ഒരു വാക്കാണ്: എൻ്റെ വാക്കാലല്ലാതെ ഈ വർഷങ്ങളിൽ മഴയോ മഞ്ഞോ ഉണ്ടാകുകയില്ല. അത് 1 രാജാക്കന്മാർ 17:1. ഈ പ്രവചനത്തെ തുടർന്ന് രാജ്യത്ത് കഠിനമായ വരൾച്ചയുണ്ടായി. അത് ഭയാനകമായിരുന്നു. അതുപോലെ പട്ടിണിയും കൊടിയ ദാരിദ്ര്യവും എല്ലാം ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനം അനുഭവിച്ച് തീർക്കുകയുണ്ടായി. കെരീത്ത് തോടും കാക്കകളും അതായത് വരൾച്ചയുടെ കാലത്ത് ദൈവം ഏലിയാവിനെ കെരീത്ത് തോട്ടിനരികെ താമസിപ്പിച്ചു. കാക്കകൾ അദ്ദേഹത്തിന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. ഇതെല്ലാം വചനത്തിലുള്ള കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ സാരാഭാത്തിലെ അത്ഭുതമാണ്. തോട് വറ്റിയപ്പോൾ ഏലിയാവ് സീദോനിലെ സാരാഭാത്തിൽ ചെന്ന് ഒരു വിധവയുടെ വീട് താമസിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മാവും അല്പം എണ്ണയും ഉപയോഗിച്ച് അവർക്കായി ഭക്ഷണമുണ്ടാക്കി. ആ മാവ് പാത്രത്തിൽ തീർന്നു പോകാതെ അത്ഭുതകരമായി നിലനിന്നു. പിന്നീട് ആ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് ഞാൻ ഈ പ്രധാനപ്പെട്ട സംഭവങ്ങളാട്ടോ പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ദൈർഘ്യമുള്ളതാണ്. അതുകൊണ്ട് ഏലിയ പ്രവാചകൻ്റെ ഒരു ശക്തമായ പ്രവൃത്തിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ കാർമൽ പർവ്വതത്തിലെ ഒരു മത്സരമുണ്ട്. ഈ ബാൽദേവനാണോ യഹോവയാണോ യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കാനായി ഏലിയാവ് 450 ബാലിൻ്റെ പ്രവാചകന്മാരുമായി കാർമൽ പർവ്വതത്തിൽ വെച്ച് ഒരു മത്സരം നടത്തുന്നുണ്ട്.
അത് പിന്നെ ഈ അക്ഷോര പ്രതിഷ്ഠയുടെ ഒരു 400 പിന്നെ ആൾക്കാർ മന്ത്രവാദികൾ പിന്നെ വേറെയും ഉണ്ട് ഇതിൻ്റെ അകത്തെ. അപ്പോൾ അതങ്ങനെയാണ് ഈ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ അത് 1 by 1 ആയിട്ട് കൃത്യമായി കൊടുത്തിട്ടുമുണ്ട്. ഞാൻ ഈ 400 പ്രവാചകന്മാർ അക്ഷോരയുടെ 400 മന്ത്രവാദികളുടെ കാര്യം പറഞ്ഞത് ഉണ്ട് കേട്ടോ. അഗ്നി ഇറങ്ങി യാഗം ദഹിപ്പിക്കുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ ദൈവം എന്നതായിരുന്നു വെല്ലുവിളി. ബാൽ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ടും യാഗത്തിൽ അഗ്നി ഇറങ്ങിയില്ല. ഏലിയാവ് യാഗപീഠത്തിന് ചുറ്റും വെള്ളമൊഴിച്ചു. എന്നിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി യാഗവും വിറകും വെള്ളവും കല്ലും എല്ലാം ദഹിപ്പിച്ചു. എൻ്റെ പ്രിയരെ, ഈ മന്ത്രവാദികളും ഇവരെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുള്ളിച്ചാടുകയും തങ്ങളുടെ രക്തം പുറത്തു വരുത്തിക്കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ ബാൽദേവനെ ഇവർ ആരാധിച്ചു. അങ്ങനെ അവിടെ ഒരു അത്ഭുതവും നടന്നില്ല. അതിൻ്റെ പിന്നിലൊരു മഹാകാര്യമുണ്ട്. ഏലിയ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ അവിടെ നിൽക്കുക. ഒരു ശക്തിക്കും അവിടെ, ഒരു ദൈവിക ശക്തി അല്ലാതെ ഒരു ശക്തിക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അവർക്കും അത്ര ഉറപ്പുള്ളതുകൊണ്ടൊക്കെയാണ് അവർ വന്ന് നിന്നത്, ഈ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തത്. എന്നാൽ എന്തായാലും നടന്നോ? ഒന്നും നടന്നത്. അതാണ് ദൈവത്തിൻ്റെ ശക്തി ആ മനുഷ്യൻ്റെ മേൽ അതുപോലെ ആവസിച്ച് പ്രവർത്തിക്കുക. ഈ അത്ഭുതം, അതായത് കല്ലും മണ്ണും വിറകും എല്ലാം ഏലിയ പ്രാർത്ഥിച്ചത്തേക്ക് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ച് കളഞ്ഞു. ആ കണ്ടു നിന്ന് ജനം മുഴുവൻ അത് വിശ്വസിച്ചു. കാരണം വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടം ഇന്നും നമുക്കുണ്ട്. അപ്പം നാമും അങ്ങനെയായി തീരണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹേറേബ് പർവ്വതത്തിൽ ഒരു ദർശനം കാണുന്നുണ്ട്. ഇസബൽ രാജ്ഞി തന്നെ കൊല്ലാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ രാജ്ഞി കൊല്ലാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നറിയോ? ഈ ബാൽദേവന്മാരെയും ഈ മന്ത്രവാദികളെല്ലാം ഈ പ്രവാചകന്മാരും പിന്നെ ഇസ്രായേൽ ജനമെല്ലാം കൂടെ പിടിച്ച് അവരെ വധിച്ച് കളയുന്നുണ്ട്. അതായത് ഈ അത്ഭുതം കണ്ട ജനം യഹോവയാകുന്ന ദൈവം എന്ന് ഏറ്റുപറഞ്ഞു. അത് 1 രാജാക്കന്മാർ 18:39 തുടർന്ന് ഏലിയാവിൻ്റെ കൽപ്പന പ്രകാരം ബാൽ പ്രവാചകന്മാരെയും ഇവരെല്ലാം പിടിച്ചുകൂടി, മന്ത്രവാദികളെല്ലാം പിടിച്ചുകൂടി ജനം കൊന്നു കളയുന്നുണ്ട്. കാരണം അത്രയും വലിയ ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ നടന്നത്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയാണ് ഇത് കത്തിച്ചു കളഞ്ഞത്. അപ്പോൾ ആ യാഗപീഠത്തിലെ യാഗവസ്തുവിനെല്ലാം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദൈവം സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണോ അവിടെ ആവശ്യപ്പെട്ടത് അത് കർത്താവ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാനപരമായൊരു കാര്യം ഇതാണ്. നാം അതുപോലെ തീക്ഷ്ണതയുള്ളവരായിരിക്കണമെന്നാണ് യേശുപ്പ നമ്മളെ പഠിപ്പിച്ചത്. പുതിയ നിയമ കാലഘട്ടത്തിൽ, നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനൊന്നും ഒരു മാറ്റവും ഒരു കാലത്തും ഇല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതുപോലെ ഈ ഏലിയ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഏലിയ പ്രവാചകനെ കൊന്നു കളയാനായിട്ട് ഈ രാജ്ഞി കൽപ്പന പുറപ്പെടുവിക്കുക. അപ്പോൾ ഏലിയ പേടിച്ച് ഹോരേബ് പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അതായത് ഈ ഹോരേബ് പർവ്വതം എന്ന് പറയുന്നത് ഈ സീനായി പർവ്വതമാണ് കേട്ടോ, സീനായി മലയാണ്. അവിടെ വെച്ച് ഒരു ഗുഹയിൽ അദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടി. കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ അല്ല, സൂക്ഷ്മമായ സ്വരൂപമായ ഒരു ശബ്ദത്തിലാണ്. അതായത് ഒരു ശാന്തമായ ശബ്ദം, ഒരു മനുഷ്യനെ വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശാന്തമായ സുന്ദരമായ അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു ശബ്ദത്തിലാണ് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് ആ ഗുഹയിൽ വെച്ച്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ദൈവത്തിൻ്റെ തീക്ഷ്ണതയോട് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ആ തീക്ഷ്ണത വെച്ച് പുലർത്തുമ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകൾക്കും ഉത്തരം ലഭിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത സ്വർഗാരോഹണമാണ്. അതായത് ഏലിയാവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ മരിക്കുകയുണ്ടായിട്ടില്ല. അതെല്ലാം പരിശുദ്ധ ബൈബിളിലുണ്ട്. തൻ്റെ ശിഷ്യനും പിൻഗാമിയുമായ എലീശായോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു അഗ്നിരഥം വന്ന് അവരെ വേർതിരിക്കുകയും ഏലിയാവ് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഇത് 2 രാജാക്കന്മാർ 2:11 വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതായത് അത്ര മാത്രം
ഭൂമിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ബോഡിയെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. കാരണം അതുപോലെയാണ്. അതാണ് നമ്മുടെ എൻ്റെ വിശുദ്ധന്മാരെ അഴുകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലേ, ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഈ കാർലോ അക്യൂറ്റിസ് എൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറുണ്ട്. അപ്പോൾ അവൻ്റെ ബോഡി പോലും അഴുകിയിട്ടില്ല. അത്രത്തോളം ആ വിശുദ്ധൻ്റെ ശരീരം അഴുകാതിരിക്കുക. കാരണം ദൈവത്തിൻ്റെ തേജസ് പതിഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ബോഡികളൊന്നും അഴുകില്ല. അത് പരിശുദ്ധ ബൈബിളിലെ ആ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തെ ഇന്നും അത് ഉറപ്പിക്കുക. അതുപോലെ യേശുപ്പ രൂപാന്തരപ്പെട്ടപ്പോൾ അല്ലേ, യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരത്തിൽ മലയിൽ വെച്ച് തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയോടും ഏലിയാവും കർത്താവിനോട് സംസാരിക്കും കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായി മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ 17:3 വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ യോഹന്നാൻ സ്നാപകൻ ഏലിയായെ പോലെ ശക്തിയിലും ആത്മാവിലുമാണ് യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ ചെയ്തത്. അത് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അല്ലേ, ലൂക്കോസ് 1:17. അതുപോലെ മലാക്കി പ്രവചനത്തിലുണ്ട് അതിൻ്റെ 4:5. കർത്താവിൻ്റെ ദിനം വലിയതും ഭയങ്കരമായ ദിവസം വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് മലാഖി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞു വരുന്ന രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാലേ, നമ്മളുടെ തീഷ്ണതയും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് കർത്താവിനെ എടുത്തു പറഞ്ഞത്. ഏലിയ പ്രവാചകൻ ദൈവത്തോടുള്ള തീഷ്ണതയുടെയും പ്രാർത്ഥനയുടെയും ശക്തിയുടെയും പ്രതീകമായി എന്നും നിലനിൽക്കുക. അത്ര പവർഫുള്ളായിരുന്നു ഏലിയ പ്രവാചകൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ബൈബിളിൽ പ്രഭാഷകനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാമേ. ഏലിയ 48 എന്നുള്ളതാണ് അതിൻ്റെ അധ്യായം. അതിൻ്റെ 1 മുതലുള്ള വചനമാണ്. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവൻ്റെ തീക്ഷ്ണതയിൽ അവരുടെ ചുറ്റും അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോരേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ആഗ്നേയാശ്വരങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. എൻ്റെ പ്രിയവരെ, ഈ ബൈബിളിൽ പിന്നീട് പ്രത്യേകിച്ച് പ്രഭാഷണങ്ങളിലൂടെ അതൊരു ഒരു അധ്യായമായിട്ട് വീണ്ടും കൊടുത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര തീഷ്ണമായിരുന്നു ഏലിയ. അപ്പോൾ ആ തീഷ്ണതയ്ക്ക് ഒത്ത വിധം നമ്മളും നമ്മുടെ സമൂഹവും എല്ലാം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടിയുള്ള യത്നങ്ങളും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് വ്യക്തമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഏലിയ പ്രവാചകനിലൂടെ. അവിടെ എൻ്റെ പ്രിയരെ, പ്രാർത്ഥനയിൽ ഈ രീതിയിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ എന്നുള്ളതാണ്. തീഷ്ണത, ദൈവത്തോടുള്ള തീഷ്ണതയ്ക്ക് അവിടുന്ന് ഉത്തരം തരുമെന്ന് ഈ പ്രവാചകനിലൂടെ, തൻ്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വെളിപ്പെടുത്തി തരികയാണ് സർവശക്തനായ യേശുക്രിസ്തു. അതെ, സത്യദൈവം പറഞ്ഞ വചനത്തെ നമുക്ക് ഓർക്കാൻ ധ്യാനിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.